അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. എത്രയോ ആളുകൾ ഇന്ന് സമാധാനം ലഭിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ലഹരി വസ്തുക്കൾ നിരന്തരം ദൈനംദിനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് കടന്നു പോകുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും അല്ലാഹുവിൽ നിന്നുള്ള യഥാർത്ഥമായി കൊണ്ടുള്ള ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ ഏകാന്തമായി ഓർക്കുന്നതിന് വേണ്ടി അതാ ഇറാ ഗുഹയിലേക്ക് പോയിരിക്കുന്ന സന്ദർഭമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയിലാണ്, സ്മരണയിലാണ്. ആ സന്ദർഭത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ ഓതിക്കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ അന ബിഖാരി, എനിക്ക് വായിക്കുവാൻ അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആ സ്മരണ കടന്നു വരണം. നമ്മുടെ വീടകങ്ങളിൽ ആ സ്മരണയും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയും കടന്നു വരണം. അതുകൊണ്ട് ആ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആദ്യമായി കൊണ്ടുവരേണ്ടത് അല്ലാഹുവിന്റെ കലാം പഠിക്കുവാനാണ്. പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ ഖുർആനിലെ 114 സുന്ദരമായ അധ്യായങ്ങൾ നമുക്ക് മുഴുവനായും മനപ്പാടമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, അറിയുന്ന വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഹൃദയം ലോലമാകുവാനും അല്ലാഹുവിലേക്ക് അടുക്കുവാനും നമുക്ക് സാധ്യമാകണം. ആ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവനല്ല, ഒരുപാട് പദവികളെ അലങ്കരിക്കുന്നവനല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ ആരാണ്? ഒന്നെങ്കിൽ അവൻ ഖുർആൻ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം. ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇന്ന് നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും നമ്മുടെ വീടുകളിൽ അതിനെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി കൊണ്ടുപോകുവാനുമുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഇന്ന് ഏറെയാണ്. നാളെ പരലോകത്ത് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല, എനിക്ക് സൗകര്യം കിട്ടിയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധ്യമാകണം. ആ ഖുർആനിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. എത്ര സുന്ദരമായ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നിങ്ങളെ നേരായ ചൊവ്വായ പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ്. ലോകത്ത് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും, ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ എത്ര ഗ്രന്ഥങ്ങൾ എഴുതി രേഖപ്പെടുത്തിയാലും പ്രിയപ്പെട്ടവരെ, നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. അത് വീടുകളിൽ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ, പാരായണം ചെയ്യുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മക്ക് മക്കളോടുള്ള ബാധ്യത അതിൽ പഠിക്കുവാനുണ്ട്. പാരായണം ചെയ്യുന്ന മകനെയും മകളെയും സംബന്ധിച്ച് മാതാപിതാക്കളോടുള്ള ബാധ്യത പഠിക്കുവാനുണ്ട്. അയൽവാസിയോടുള്ള ബാധ്യത പഠിക്കുവാനുണ്ട്. ഇങ്ങനെ എത്രയെത്ര ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീടകങ്ങൾ പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ അഥവാ കുറച്ചു കാലങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്ന് ഇശാ മഗ്‌രിബിന്റെ നേരത്ത് നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സിസ്റ്റം നമ്മൾ കാണലുണ്ടോ? അല്ലെങ്കിൽ നമ്മളത് ചെയ്യലുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് ആ റബ്ബ് നമുക്ക് നൽകിയ നമ്മുടെ ഭവനത്തെ നമുക്ക് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. സ്വാഭാവികമായും അവിടെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം കടന്നു വരികയാണെങ്കിൽ വിശ്വാസികളെ ആ കുടുംബം ഏറ്റവും നല്ല കുടുംബമായി മാറുമെന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയത് എന്താണ്? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, എന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ, പോരാ. നമ്മുടെ മക്കളുടെ വിഷയം എവിടെയാണ്? നമ്മുടെ മാതാപിതാക്കളുടെ നിലപാട് എവിടെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചോമന കുഞ്ഞുങ്ങളുടെ നിലപാടുകൾ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, പടച്ച റബ്ബ് വിളിക്കുകയാണ്. ആ വിളി ഒന്ന് നോക്കൂ. സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ ആ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. എങ്ങനെ? നമ്മളെ മാത്രം പോരാ, നമ്മുടെ അഹ്ലീങ്ങളെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് ആരാ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് ഹിദായത്ത് നൽകിയ, നമുക്ക് ആരോഗ്യം നൽകിയ, നമുക്ക് സമ്പത്ത് നൽകിയ, നമുക്ക് സൗന്ദര്യം നൽകിയ നമ്മുടെ റബ്ബ് നമ്മളോട് പറയുകയാണ്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം എന്താണ്? അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാകുന്നു. ഒന്ന് ആലോചിച്ചോക്കാണി, ഈ ദുനിയാവിലെ ഒരു ചെറിയ ചൂട് പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാനാകുന്നില്ല, അല്ലേ? ഇപ്പൊ ചൂട് തുടങ്ങി ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. ഇതുപോലും നമുക്ക് ദുനിയാവിലുള്ളത് പോലും നമുക്ക് സഹിക്കാൻ കഴിയണില്ല. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകത്തിന്റെ ഭയാനകത, അതിന്റെ പ്രയാസം എങ്ങനെയാണ് മുഅ്മിനുകളെ നമുക്ക് സഹിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ, അല്ലേ? 69 ഇരട്ടിയേക്കാൾ ഭീകരമായ ആ ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി എന്ത് കർമ്മങ്ങളാണ് നമ്മുടെ അരികിലുള്ളത്? നമ്മൾ ആലോചിക്കണം. നമ്മുടെ സുഹൃത്ത് വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് മാറ്റിവെച്ചു? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്ത് മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുവാൻ, വിസ്തരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിൽ ഒരുപാടുണ്ട്, അല്ലേ? എന്നാൽ നിന്റെ ഖബറിലേക്ക് വേണ്ടി നീ എന്ത് മാറ്റിവെച്ചു എന്ന് നമ്മളോട് ചോദിക്കുമ്പോ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് രാവിലത്തെ സുബഹി ജമാഅത്തായിക്കൊണ്ട് നമുക്ക് കിട്ടിയോ? നമ്മൾ ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് നമുക്ക് വായു തന്നില്ലേ? വെള്ളം തന്നില്ലേ? മറ്റുള്ള എല്ലാ നിഅമത്തുകളും തന്നില്ലേ റബ്ബ് നമുക്ക്? ആ റബ്ബിന് വേണ്ടി ഇബാദത്ത് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമായോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മാത്രമല്ല നമ്മുടെ അഹ്ലീങ്ങളെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ്. മലായികത്തുൻ ഇലാദുൻ ശിദാദ്, കഠിന ഹൃദയരായി കൊണ്ടുള്ള മലക്കുകളാണ്. ഒരിക്കലും ആ നരകത്തിൽ നിന്ന് തെന്നി രക്ഷപ്പെടാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സബാനിയാക്കൾ എന്ന പ്രത്യേക ഊക്കുള്ള മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നരകം കാക്കുന്ന പ്രത്യേകമായ മാലിക് എന്ന മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ നമ്മൾ ആ നരകം വിശാലമാണ്. ഒരിക്കലും ആ നരകത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതിൽ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും നമ്മൾ നമ്മുടെ അഹ്ലീങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ വീടകങ്ങളിൽ നമുക്ക് വേണ്ടത് സൂക്ഷ്മതയാണ്, നമുക്ക് വേണ്ടത് തഖ്വയാണ്, നമുക്ക് വേണ്ടത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയമാണ്, പേടിയാണ്. ഓക്കേ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ഖുർആനിലൂടെ തഖ്വയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങളാരും മരിക്കാനിടയാകരുത്. അതൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം? പേര് കൊണ്ട് മുസ്ലിമാകുമോ? സ്ഥാനം കൊണ്ട് മുസ്ലിമാകുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പൂർണ്ണമായും നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലാഹുവേ പഠിക്കുവാനേറെയാണ്, മനസ്സിലാക്കുവാനേറെയാണ്. പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രംഗങ്ങളിലൂടെ പരീക്ഷിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ കുടുംബജീവിതം നയിക്കുന്ന ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന നമുക്ക് മാതൃകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് പറഞ്ഞില്ലേ, അസ്ലിം ഇബ്രാഹിമേ, നീ കീഴൊതുങ്ങണം. നിന്റെ ശരീരവും നിന്റെ പ്രവർത്തനവും നിന്റെ എല്ലാ ഇടപാടുകളും റബ്ബിന്റെ മുമ്പിൽ കീഴൊതുക്കണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മതിയുമില്ലാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലൂടെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ നമുക്കിഷ്ടമുള്ളത് ഒഴിവാക്കുന്നു, നമുക്ക് വേണ്ടത് തെരഞ്ഞെടുക്കുന്നു. ചില രംഗങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, ചില രംഗങ്ങളിൽ അല്ലാഹുവിനെ മറക്കുന്നു. ഈ ഒരു സിസ്റ്റം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. എങ്ങനെ വേണം? പൂർണ്ണമായും കീഴൊതുങ്ങാൻ കഴിയണം. അപ്പൊ നമ്മുടെ വീടകങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ഒന്നാണ് തഖ്വ. അത് എല്ലാവർക്കും ഉണ്ടാകണം, അല്ലേ? ആ സൂക്ഷ്മത ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ ഗൗരവമാണ്. അതില്ല എങ്കിൽ നമുക്ക് നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ അല്ലാഹു അവൻക്കൊരു തുറസ് കൊടുക്കുമെന്നുള്ളതാണ്. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ. ചരിത്രത്തിന്റെ രംഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സുന്ദരമായ ചരിത്രം അറിയാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? പ്രിയപ്പെട്ടവരെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ അകപ്പെട്ട് ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന സന്ദർഭങ്ങളിലൂടെ കൂരിരുട്ട് നിറഞ്ഞ ഒരു രംഗങ്ങളിലൂടെ ഇനി എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ, ഇനി എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കട്ടെ എന്നുള്ള രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പുറത്തെത്തിച്ചു, രക്ഷപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല റബ്ബേ, ഞാനിതാ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് രക്ഷിച്ചു. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഒരു ചില്ലറ വിഷയമല്ല. ഒരു സമുദ്രത്തിന്റെ അടിയിൽപ്പെട്ട് ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളെ ഒരാൾ ഒരു റൂമിൽ ഒരല്പനേരം അറിയാതെയോ അറിഞ്ഞിട്ടോ ഒന്ന് പൂട്ടിയിട്ട നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പ്രയാസം ഉണ്ടാവൂലേ? അല്ലേ? അതിനേക്കാൾ വലിയ പ്രയാസത്തിലായിരുന്നു ആ പ്രവാചക വൈദ്യൻ. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞൊരു വിഷയം കേട്ടോ പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയോ? ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രകൃതം എന്തായിരുന്നു? ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ എപ്പോഴും ഇങ്ങനെ പ്രകീർത്തിക്കുന്ന ആളായിരുന്നു, നമ്മളിങ്ങനെ ഹംദ് ചെയ്യുന്ന ആളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്, അല്ലാഹ് കാക്കട്ടെ. എന്താണ്? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിഅമത്ത് വരുമ്പോ മാത്രം അൽഹംദുലില്ലാ. അന്ന് നമുക്ക് അല്ലാഹുവിനെ ഭയങ്കര പേടിയാണ്, നമുക്ക് ഭയങ്കര ഇഖ്ലാസാണ്. എന്നാൽ പ്രയാസങ്ങൾ
പ്രയാസങ്ങളൊക്കെ നീങ്ങി അല്പം ഒരു സുഖം വരുമ്പോൾ റബ്ബിനെ മറക്കുന്ന ഒരു അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ റബ്ബ് പറയുകയാണ്, യൂനുസിന്റെ ആ ഒരു സ്വഭാവം നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്വഭാവമാകുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മാത്രം നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് യൂനുസെങ്കിൽ അദ്ദേഹത്തെ നാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടത്തുമായിരുന്നു യൗമൽ ഖിയാമ, അന്ത്യനാൾ വരെ. നിങ്ങൾ പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മത ഉണ്ടെങ്കിൽ അള്ളാഹ് നമുക്കൊരു തുറസ് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ തഖ്വയോട് കൂടിയിട്ടുള്ള ജീവിതം നമ്മുടെ വീടിന്റെ ഉള്ളിലുണ്ടോ നമുക്ക് രക്ഷപ്പെടാം. അതില്ല എങ്കിൽ വലിയ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബപരമായി നമ്മൾ ജീവിക്കുമ്പോൾ ആ വീടകങ്ങളിൽ വേണ്ട മറ്റൊരു കാര്യമാണ്, സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള ബാധ്യതകളെ നമ്മൾ പരിപൂർണമായി കൊണ്ട് നിർവഹിക്കുക എന്നുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കൃത്യമായി കൊണ്ടുള്ള റോളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും നിയന്ത്രിക്കുന്ന ആളുകളാണ്, മേയ്ക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്തിനെയാണോ നിയന്ത്രിക്കുന്നത്, നാളെ പടച്ച റബ്ബ് നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. സത്യല്ലേ പ്രിയപ്പെട്ടവരെ? മാതാപിതാക്കൾ എന്ന നിലക്ക് ആ മക്കളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ പടച്ച റബ്ബ് ചോദിക്കും. എന്താ കാരണം എന്നറിയോ? ലോകത്ത് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിട്ടില്ല. ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകിയത്. ഇന്ന് മക്കൾക്ക് ദീന് കൊടുക്കുവാനും പഠിപ്പിക്കുവാനും സഹോദരന്മാരെ സഹോദരിമാരെ അവസരങ്ങൾ ഏറെയാണ്. ശ്രദ്ധിച്ചോ? നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തോ? നമ്മൾ കൃത്യമായി കൊണ്ട് ആലോചിക്കുക. അതുകൊണ്ട് ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക, അല്ലേ? നമ്മുടെ മക്കളോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താ അറിയോ? അവർക്ക് ഇസ്ലാമികപരമായി കൊണ്ടുള്ള അറിവുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എന്നുള്ളൊരു അധ്യായമുണ്ട്, നമുക്കൊക്കെ അറിയാം. ആ അധ്യായത്തിൽ ലുഖ്മാനുൽ ഹക്കീം, നല്ല ഒരു പണ്ഡിതനായ അദ്ദേഹം തന്റെ പൊന്നു മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ മക്കൾക്ക് ഉപദേശം എന്ന് പറഞ്ഞാൽ വളരെ ഇറിറ്റേഷനാണ്. അതെങ്ങനെ ആവുകയെന്നറിയോ? നമ്മൾ കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കാതിരിക്കുമ്പോഴാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളുടെ അഭിമാനത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ മോനല്ലേ എന്റെ മോളല്ലേ എന്നാണ്. അങ്ങനല്ല. നമ്മളോടൊരു വ്യക്തി ഒരു കാര്യം ഉണർത്തുമ്പോൾ രണ്ടാളുകൾക്കിടയിൽ കേൾപ്പിച്ചു കൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് അവിടെ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ആ വിളി നോക്കൂ നിങ്ങൾ. രക്ഷിതാക്കളെ നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ കൊണ്ടുവരണം. 24, 26, 30 വയസ്സുള്ള നിങ്ങളുടെ മക്കളാണോ? അതിലൊരു മടി നിങ്ങൾ കാണിക്കണ്ട. നല്ല രൂപത്തിൽ അവരെ വിളിച്ചാൽ അത് അവർക്ക് ഇഷ്ടമാണ്. എങ്ങനെ? അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ല നല്ല പേരുകൾ പറഞ്ഞു വിളിക്കുക. ഇവിടെ അദ്ദേഹം വിളിച്ചത് യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ആ ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു മോനെ. മാതാപിതാക്കളെ, നമുക്ക് ഈ പിതാവിൽ നിന്ന് പാഠമില്ലേ? ആദ്യമായി ആ മകന്റെ വിശ്വാസ കാര്യമാണ് ഉപ്പ ശരിയാക്കുന്നത്. നമ്മുടെ കുട്ടി ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്താണ്? കൂടുതലൊന്നും അവിടുന്ന് ഇവിടുന്ന് കഴിക്കരുത്, ഇതൊക്കെ വയറിന് കേടാകും, പ്രയാസാകും, ബുദ്ധിമുട്ടാകും, അല്ലെ? കുളിച്ചു കഴിഞ്ഞാൽ നന്നായി തലക്ക് ഒപ്പിയെടുക്കണം, അല്ലെങ്കിൽ പനി വരും, രോഗം വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അദ്കാറുകൾ വിട്ടുപോകരുതേ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തോ? നമ്മൾ ചിന്തിക്കണം. ഈ പൊന്നുമോനോട് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ബുനയ്യ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു. ഇതാണ് ആ പിതാവ് ഒന്നാമതായിട്ട് കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ബാധ്യതയാണ്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ബാധ്യതയാണ്. യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത്, പൊന്നുമോനെ, നമസ്കാരം നീ നിലനിർത്തണം. വീണ്ടും പിതാവ് ഉപദേശിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ വിഷയത്തിൽ ആദ്യം ടോപ്പായിരിക്കണം.
ഉപ്പ നിസ്കരിക്കാതെ ഉമ്മ നിസ്കരിക്കാതെ മോനെ നീ നിസ്കരിക്കുന്നു പറഞ്ഞാൽ കുട്ടി പറയും ആദ്യം നിങ്ങൾ നിസ്കരിക്കുന്നിട്ട് ഞാൻ നിസ്കരിക്കാന്ന്. ഇപ്പോഴത്തെ മക്കൾ പ്രത്യേകിച്ചും പറയും അല്ലേ? അപ്പൊ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. നമ്മൾ അവർക്ക് റോൾ മോഡലാകണം. നമ്മൾ അവർക്കൊരു റോൾ മോഡലാകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് വിശേഷ സഹോദരിമാരൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ വിവാഹത്തിലോ അല്ലെങ്കിൽ വിരുന്നിലൊക്കെ പോയി കഴിഞ്ഞ് ആരെങ്കിലൊക്കെ കണ്ടുമുട്ടുമ്പോ പിന്നെ നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ ഇങ്ങനെ പറയാ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മക്കളോട് പറയും, കണ്ടോ ആ കുട്ടിനെ കണ്ടുപഠിക്ക്, ഈ കുട്ടിനെ കണ്ടുപഠിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, മോളോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ, മോളെ എന്നെ കണ്ടുപഠിക്ക്, എന്റെ ജീവിതത്തെ കണ്ടുപഠിക്കുക എന്ന് പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അത് സാധ്യമാകുന്ന അന്നേ നമ്മുടെ മക്കൾ നല്ല മക്കളാവുകയുള്ളൂ. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ആ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഈ രൂപത്തിൽ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നാളെ പരലോകത്ത് നമ്മൾ അതിനു വേണ്ടി പ്രയാസപ്പെടും, അത് കൊടുത്തിട്ടില്ല എങ്കിൽ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മക്കളെ, നമുക്ക് നമ്മുടെ വീടകങ്ങളിലെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ എത്രയോ ആളുകള്, യുവാക്കള്, യുവതികള് ലഹരികളുടെ പിടുത്തത്തിലാണ്. ഓരോ ദിവസം വരുന്ന വാർത്തകൾ പടച്ചോനെ കേൾക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വാർത്തകളാണ്. പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വന്നിരുന്ന വാർത്തയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ തരംഗം കുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ പിടുത്തത്തിൽ എല്ലാവരും പെട്ടുപോയിരിക്കുന്നു. നമ്മൾ രക്ഷിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നന്നാക്കി കൊടുക്ക്. മക്കളെ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ സ്നേഹിക്ക്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയ്. അവരുടെ പ്രയാസങ്ങളിൽ ഒന്ന് ഇടപെട്. അങ്ങനെ അവരെ കൂട്ടിപ്പിടിക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കഴിഞ്ഞ റമളാനിലെ തറാവീഹിന് പോലും നമ്മൾ കേട്ട വാർത്തകൾ എന്താണ്? പൊന്നുപ്പച്ചിയും പൊന്നുമ്മയും കൂടി തറാവീഹ് നമസ്കരിക്കാൻ പോയ സന്ദർഭങ്ങളിലൂടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടുകാരെ വിളിച്ചു വരുത്തി ലഹരി ഉപയോഗിച്ച മക്കള്. ഏതെങ്കിലും രാജ്യത്തിലെ കഥയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഗൗരവത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മനസ്സിലാക്കണം. ബാധ്യതകളിൽ വെച്ച് ഏറ്റവും നല്ല ബാധ്യത ഉപദേശമാണ് മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ഉപദേശം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ ഉമ്മമാരോടും ഉപ്പമാരോടും ബാധ്യതയുണ്ട്. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ഉപ്പമാരോടും ഉമ്മമാരോടും നമുക്കുള്ള ബാധ്യത എന്താണ്? അവരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുക, സ്നേഹിക്കുക, ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? ഇന്ന് മാതാപിതാക്കളെ പരിപാലിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന വിഷയത്തിലും ആളുകൾ ഏറെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കേട്ടിരുന്ന വാർത്തയായിരുന്നാൽ പോലും ഇന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വാർത്തകൾ ഏറെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് അവരുടെ സ്റ്റേജ് എടുത്തു പറഞ്ഞു. അവരുടെ ചെറുപ്പം പറഞ്ഞില്ല, അവരുടെ കൗമാരം പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാർദ്ധക്യത്തിന്റെ സ്റ്റേജ് എടുത്തു പറഞ്ഞു. മക്കളെ, റബ്ബ് പറയാണ്, വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബിദാ വിധിച്ചിരിക്കുന്നു, ആ റബ്ബിനോട് മാത്രമേ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം, എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ശിർക്ക് വരാൻ പാടില്ല. ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോ. പ്രിയപ്പെട്ട മക്കളെ, അവിടെ നിങ്ങൾ കണക്ക് നോക്കണ്ട. ഞാനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയണ്ട. ഞാൻ തന്നെ മാത്രമാണോ നിങ്ങൾക്ക് മക്കളുള്ളത് എന്ന് പറയണ്ട. പ്രിയപ്പെട്ട പൊന്നുമോളെ, ജീവിതകാലത്ത് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുവാനുള്ള അവസരം നിനക്കുണ്ടോ? അത് നീ ഒഴിവാക്കണ്ട. അവിടെ നീ ചെലവിന്റെയോ കണക്കിന്റെയോ വിഷയം നീ സൂചിപ്പിക്കണ്ട. അത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടങ്ങളാണ്. റബ്ബ് പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, ആ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവർ വാർദ്ധക്യമെത്തിയ ഒരു അവസരത്തിൽ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ, പൊന്നുമോനെ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്. എന്താ പ്രിയപ്പെട്ടവരെ, ചേ എന്നുള്ള വാക്കിന് ഇത്ര പ്രശ്നം? എന്തെങ്കിലും അപകടം ഉണ്ടോ? ഒരു അപകടവും ഇല്ല. പക്ഷെ ഉമ്മയോടും ഉപ്പയോടും അത് പറയാൻ പാടില്ല. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ട് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന അത് വലിയൊരു നിഅമത്താണ്. നമ്മുടെ വീടകങ്ങളിൽ ആ ബാധ്യതകളെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹ് പറയാണ്, ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, മോനെ നീ അവരെ ആട്ടി അകറ്റുകയും ചെയ്യരുത്. നിനക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു, നിനക്കൊരു രംഗങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിരുന്നു. ഒരു 5 മിനിറ്റ് നിന്റെ ഉമ്മയെ കാണാതിരുന്നപ്പോൾ കാണുന്നവരോടെല്ലാം നീ ചോദിച്ചിരുന്നു, എന്റെ ഉമ്മാനെ കണ്ടോ, എന്റെ ഉപ്പാനെ കണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഉമ്മയുടെ തോളത്ത് നീ ഇങ്ങനെ നടന്നു പോകുമ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ആ കാണുന്നത് എന്താ? ഉമ്മ പറഞ്ഞു, മോനെ അത് ഇന്ന സാധനമാണ്. ഉപ്പയോട് നമ്മൾ ചോദിച്ചു, ഉപ്പ അതെന്താണ്? ഉപ്പ പറഞ്ഞു, മോനെ അത് ഇന്നതാണ്. ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ട ഭക്ഷണം നൽകി, നമുക്ക് വേണ്ട ഖിദ്മത്ത് നൽകി. അവര് നമ്മളെ ഏറ്റവും നന്നായി, ഏറ്റവും നല്ല രൂപത്തിൽ അവര് നമ്മളെ വളർത്തിയെടുത്തു, വിദ്യാഭ്യാസം നൽകി, നല്ല നല്ല കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ നമ്മൾ വലിയ ആളുകളായിട്ട് മാറി, നമ്മൾ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളായി, ലോകം അറിയപ്പെടുന്ന ആളുകളായി, ലോകം അറിയപ്പെടുന്ന വലിയ ഫിലോസഫറായി, സൈക്കോളജിസ്റ്റായി, ആളുകളുടെ വരവിനെ കാത്തിരിക്കുന്ന ആളുകളായി. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഓരോ രംഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോ നമ്മളെ നാമാക്കി മാറ്റിയ മാതാപിതാക്കളെ നമ്മൾ മറന്നുപോയി. അത് ഉണ്ടാകാൻ പാടില്ല. എത്ര വീടുകളുണ്ടെന്നറിയോ? മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലാത്ത വീടുകളുണ്ട്, വീടുകളിലെ മുറികളുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പാത്രങ്ങളുണ്ട്, അവർക്ക് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത മേഖലകളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കൊടുക്കുന്ന പണമല്ല അവർക്ക് ആവശ്യം. ആ മാതാപിതാക്കൾക്ക് എന്താ വേണ്ടെന്നറിയോ? പരിഗണനയാണ്. എന്റെ മോൻ എത്ര വളർന്നാലും എന്നെ പരിഗണിച്ചല്ലോ, എന്റെ മോൻ എന്നെ പരിഗണിച്ചല്ലോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് അവരോടുള്ള ബാധ്യതകളെ നമുക്ക് നിർവഹിക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അയൽപക്ക ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. അല്ലേ? പണ്ടൊക്കെ അയൽപക്ക ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ സുദൃഢമായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി, ഇന്ന് അവനും അവരുടെ കുടുംബവും എന്നുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ബാധ്യതകളെ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മകളിൽ നിന്ന് പരിപൂർണമായിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? ആളുകൾ തിന്മകളിൽ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അവരവരുടെ ന്യൂനതകളെ നോക്കാൻ നേരമില്ല. എന്റെ ജീവിതത്തിലെ ന്യൂനതകളെ ഞാൻ നോക്കി അതിനെ തിരുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്കാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പോകാറുള്ളത്. അല്ലേ? പക്ഷെ അത് വലിയ നഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു ബനീ ആദമ ഖത്താ, ആദമിന്റെ എല്ലാ സന്തതികളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലാട്ടോ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ, ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്നറിയോ? ആ തെറ്റ് ചെയ്തതിനു ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവനാണ് എന്നാണ്. തെറ്റിങ്ങനെ ചെയ്യാ, തൗബ ഇങ്ങനെ ചെയ്യാ. നിസ്കരിക്കേണ്ട മുന്നേ തെറ്റിങ്ങനെ ചെയ്യാ, നിസ്കാരം കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം. അത് ശരിയാണോ? അല്ല. എങ്ങനെ വേണം? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി കൊണ്ടുള്ള ഒരു ഖേദം നമ്മുടെ ജീവിതത്തിൽ വരണം. പഠിച്ചോനെ, തെറ്റ് പറ്റിപ്പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും പഠിപ്പിച്ചു. പാപം, ഇസ്മി എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ അതൊരു ചൊറിച്ചിലുണ്ടാക്കും, ഒരു പ്രയാസം ഉണ്ടാക്കും. പടച്ചോനെ, അത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അത് കാണേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരു പ്രയാസം വരും. മാത്രമല്ല, ജനങ്ങളിലേക്ക് അത് എത്തുന്നതിന് നീ വെറുക്കുകയും ചെയ്യും. തെറ്റ് ചെയ്തു കഴിഞ്ഞ പടച്ചോനെ, ഇതിനിപ്പോ ഉമ്മ അറിയോ?
ഉപ്പറിയോ, നാട്ടുകാരറിയോ, കൂട്ടുകാർ, ഇങ്ങനെ ഒരു വല്ലാത്തൊരു അലട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഓനക്കൊരു പ്രശ്നമില്ല, ഒരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ വരുന്ന ഒരുപാട് തിന്മകളുണ്ട്. നമ്മുടെ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകളിൽപ്പെട്ട ഒന്നാണ് ഏഷണിയും പരദൂഷണവും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ന്യൂനതകളെ വെളിവാക്കുക. ഉപ്പിയും ഉമ്മയും എല്ലാരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. എന്തേ സംസാരിക്കണത്? മറ്റുള്ള ആളുകളുടെ ന്യൂനതകളെ, ഓളെ നടത്തം കണ്ടില്ലേ, ഓന്റെ ഇരുത്തം കണ്ടില്ലേ, അല്ലെങ്കിൽ ഓനക്ക് ഇപ്പൊ ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെയേ ജീവിച്ചോട്ടെ, അത് അവരും റബ്ബുമായി. നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലുകളെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വിരോധിച്ച കാര്യമാണിത്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, സ്വഹാബാ, എന്റെ സമുദായത്തിൽപ്പെട്ട പാപ്പരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ജീവിക്കാനും ഒന്നും വരുമാനമില്ലാതെ പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്. എന്റെ സമുദായത്തിലെ പാപ്പരായിട്ടുള്ള ആളുകൾ അവരല്ല. എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നാളെ അമലുകളുടെ കൂമ്പാരങ്ങളുമായി അവർ പരലോകത്ത് വരും. സഹോദരിമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമസ്കാരം പോലെയുള്ള, നോമ്പ് പോലെയുള്ള, സ്വതക്ക പോലെയുള്ള, ഹജ്ജ് പോലെയുള്ള എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളുമായി നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? അവന്റെ സഹോദരനെ അന്യായമായി തല്ലിയവനാണ്. അവന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയവനാണ്. മറ്റുള്ളവന്റെ രക്തത്തെ അന്യായമായി ചിന്തിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി കടന്നു വന്ന മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കത്തിയെരിയുന്ന നരകത്തിലാണ്. ആലോചിച്ചോക്കാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമയവും ആരോഗ്യവും ഒക്കെ ചെയ്ത് അമല് ചെയ്ത് നരകത്തിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നല്ല നല്ല ചർച്ചകൾ നമുക്ക് ചെയ്യാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്. അമാനി മോലുടെ തഫ്സീർ എല്ലാവർക്കും ഇരുന്ന് വായിക്കാം. ഒരു ദിവസം കുട്ടി വായിക്കുകയാണെങ്കിൽ നാളെ ഉമ്മ വായിക്കണം, അതിനുശേഷം ഉപ്പ വായിക്കണം. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തിന്മയും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമ്മുടെ വീടകങ്ങളിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് എന്തെന്നറിയോ? ഈ സോഷ്യൽ മീഡിയകളിൽ അധിക സമയം നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത്. ഇപ്പോ ഇശാമഗ്‌രിബിന്റെ നേരത്തൊക്കെ സിനിമകളും സീരിയലുകളും കണ്ട് സമയം നീക്കുന്ന മുസ്ലിം വീടുകളുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ പറയാറുണ്ട്, ഇപ്പൊ മൊബൈലൊക്കെ വന്ന കാരണം TV ഒന്നും ആർക്കും വേണ്ട ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സീരിയൽ കണ്ടിട്ട് കരയാണ്. സീരിയൽ കണ്ട് കരയും. ഇത്ര വലിയ പൊട്ടത്തരം ചെയ്യുന്ന ആളുകൾ ദുനിയാവിൽ വേറെ ഇല്ല. അവരെന്തിനാ കരണ്? പ്രിയപ്പെട്ടവരെ, അവർ കരയുന്നതിലൂടെ, അവര് നാടകം കളിക്കുന്നതിലൂടെ അവരുടെ വരുമാനം നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവിടുന്ന് ഉമ്മി ഇപ്പൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയാ സീരിയൽ കണ്ടിട്ട്. അള്ളാന്റെ കൂലി കിട്ടുമോ, ശിക്ഷ കിട്ടുമോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന എത്ര കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനുണ്ട്. 24 മണിക്കൂറും ഇൽമിന്റെ ബഹർ നമുക്ക് തുറന്നിട്ട് തരുന്ന പീസ് റേഡിയോ നമ്മൾ കേൾക്കലുണ്ടോ? പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്കാറുകൾ നമ്മൾ പഠിച്ചോ, നമ്മൾ കേട്ടോ? നമുക്ക് അവസരമില്ലേ? അതുകൊണ്ട് ആ തിന്മകളുടെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് കടന്നു പോകാതെ അപ്പോ ആ രൂപത്തിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് വളരെ ക്ഷണികമാണ്, നിസ്സാരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മകളിലൂടെ ദിവസങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയെ, സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല. നമുക്ക് കിട്ടുന്ന വലിയൊരു സമാധാനത്തിന്റെ വാചകമാണത്. അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല എന്നാണ്. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ തിന്മകൾ ഒരിക്കലും കടന്നു വരാൻ പാടുള്ളതല്ല. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പോരായ്മകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി തൗബ ചെയ്ത് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടകങ്ങളിൽ നമുക്ക് ശാന്തി വേണോ, സമാധാനം വേണോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് എല്ലാവിധ ഹറാമിന്റെ മേഖലകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ വിഷയത്തില് ഹറാമിന്റെ മുതൽ കൊണ്ടുവന്ന് ഒരിക്കലും നമ്മുടെ പൊന്നോമന മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. പൊന്നോമന നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലൂടെ സ്വഹാബത്ത് ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോ ആ സ്വഹാബത്തിന്റെ ഭാര്യമാര് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ജോലിക്ക് വേണ്ടി പുറപ്പെടുകയാണ്, ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി പുറപ്പെടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഹറാം വന്നുകൊണ്ട് തരല്ലേ, ഹറാമിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് വന്നുകൊണ്ട് തരല്ലേ, കാരണം വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുമെന്നാണ്. നാളെ നരകത്തിന്റെ ശിക്ഷയെ സഹിക്കാൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അധികാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലെ അഹ്ലീങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. ചില സ്ത്രീകളുണ്ട്, അവർക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വറല്ല ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകളെ പോലും നമുക്ക് നന്നാക്കാൻ സാധ്യമാകുമെന്നുള്ളതാണ്. അപ്പുറത്തെ വീടിന്റെ ആളുകളുടെ വളർച്ച കണ്ട് നമ്മൾ ഇങ്ങനെ പ്രയാസപ്പെടണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. അത് അല്ലാഹു അവർക്ക് വേണ്ടി കനിഞ്ഞരുളിയതാണ്. അതുപോലെ എനിക്കും വേണമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ആളുകൾ പലവിധ കുറുക്കു വഴികൾ സ്വീകരിക്കുന്നത്. ആ കുറുക്കു വഴികളാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ ലോട്ടറി പോലെയുള്ള, ചൂതാട്ടം പോലെയുള്ള, മോഷണം പോലെയുള്ള, കൊലപാതകം പോലെയുള്ള വഴികൾ. കാരണം അവന്റെ അത്ര വരുമാനം നമ്മുടെ അഹ്ലീങ്ങൾക്കില്ല, തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് ഹറാമിന്റെ ലവലേശം നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ കടന്നു വരാൻ പാടുള്ളതല്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായി കൊണ്ട് പറയുവാനുള്ളത്, നമ്മൾ നമ്മുടെ വീട്ടിൽ സുന്ദരമായി സുഖത്തോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുമ്പോ സുരക്ഷിതമായ ഭക്ഷണം ഭക്ഷണത്തളികയിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ കഴിക്കുമ്പോ, വീണ്ടും വീണ്ടും നമ്മൾ ഭക്ഷണം വാരിയെടുത്ത് കഴിക്കുമ്പോ, പൊന്നോമന മക്കള് വന്നുകൊണ്ട് ഉമ്മ നാളെ നമുക്ക് ഇന്ന ഭക്ഷണം ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പോ, അതും നമ്മൾ ചെയ്തു കൊടുത്ത് സുഖത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പറയലുണ്ട്, ഈ ഒരു കാലഘട്ടത്തിലുള്ള നമ്മുടെ മക്കൾക്കൊന്നും പ്രയാസം എന്താണെന്നറിയില്ല. കാരണം കുട്ടി വന്നുകൊണ്ട് പറയാണ്, ഉപ്പ സ്കൂളിൽ ഫീസ് അടക്കാനായി. ഉപ്പ ചോദിക്കുന്നു, മോനെ എത്രയാണ്, ഞാൻ അയക്കാം. ഉമ്മ എനിക്ക് ഡ്രസ്സ് വേണമെന്ന് പൊന്നുമോള് പറയുമ്പോ, ആ പൊന്നുമോൾക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അറിഞ്ഞു പോകുന്നില്ല എന്തൊക്കെയാണ് ഇതിന്റെ വില, അല്ലെങ്കിൽ എത്ര പ്രയാസത്തോടു കൂടിയിട്ടാണ് ഇത് മേടിച്ചത് എന്നൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് ചിന്തിക്കുവാനും പ്രിയപ്പെട്ടവരെ, എത്രയോ ഹോസ്പിറ്റലുകളിലേക്ക് ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന രോഗികളെ ഒരുപാട് നമ്മൾ ഇങ്ങനെ കാണുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമുക്ക് നൽകിയ നിഅമത്ത് നമുക്ക് ഓർമ്മ വരും. ഈ അവധിക്കാലത്ത് എത്രയോ
രക്ഷിതാക്കൾ പഠനയാത്ര എന്ന പേര് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ എന്റെ രക്ഷിതാക്കളെ നമ്മൾ പോകേണ്ടത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപനങ്ങളിലേക്കാണ്, യതീംഖാനകളിലേക്കാണ്, ഹോസ്പിറ്റലുകളിലേക്കാണ്. നമ്മുടെ കുട്ടികൾ ഒന്ന് പോയി കാണട്ടെ. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ. ഞാൻ ഇത്ര വലിയ സുഖത്തിലാണല്ലോ എന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആ രൂപത്തിൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സന്തോഷത്തോടുകൂടി നമ്മുടെ വീടകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് ആ മരണമെന്നുള്ള വാസ്തവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആരാണ് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ആദ്യം മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ആര് മരിച്ചാലും പ്രിയപ്പെട്ടവരെ നമുക്ക് താങ്ങാൻ കഴിയുമോ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ സമയത്തിന്റെ അവസരങ്ങൾ പഠിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമ്മുടെ ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ പ്രയാസപ്പെട്ടുകൊണ്ട് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് വേദനയുണ്ടോ? അങ്ങക്ക് പ്രയാസമുണ്ടോ? അങ്ങക്ക് ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ഇതാരാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ഒരാളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തിയിട്ടില്ലാത്ത, ഒരാളുടെ അന്തസ്സിനെയോ അവന്റെ പവിത്രതയോ പിച്ചു ചീന്താത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിക്കാതെ ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ അന്തിമ സമയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? മൈനറിയതീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുന്നിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ഇങ്ങനെ സുന്ദരമായി ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം മരണം പിടികൂടുന്നത്. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒരാൾക്കും നമ്മെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നമ്മുടെ ഭാര്യയാകട്ടെ, ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ഭർത്താവാകട്ടെ, ആ സമയത്തുണ്ട് എങ്കിലും ഭർത്താവ് അറിഞ്ഞു പോകുന്നില്ല എന്റെ ഭാര്യ ഇതാ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന്. അത്രയേറെ മൈന്യൂട്ടായി നടക്കുന്ന സംഭവമാണ്. ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതിന്റെ മുമ്പേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെ പ്രയാസമാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയില്ലേ, കിതഅതു കബദി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, എന്റെ ബാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മോളെ ഫാത്തിമ, ഈ ഒരു സന്ദർഭം കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് പിന്നെ സുഖമാണ് എന്നുള്ളതാണ്. ഇത് കേട്ട സന്ദർഭങ്ങളിലൂടെ കരഞ്ഞു വന്ന ആ പൊന്നുമോളതാ പുഞ്ചിരിക്കുന്ന സന്ദർഭമാണ്. കാലങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ പ്രവാചകൻ മരിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഥ ഞാൻ കഴിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തോതി കൊടുത്തപ്പോ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതാ കടന്നു വരുന്ന രംഗങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേക്കുവാനുള്ള ആഗ്രഹമുണ്ടായപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അറാഖിന്റെ കുള്ളിയെടുത്ത് മഹദിയുടെ വായിൽ അത് ഇട്ടുകൊണ്ട് അതിനെ സമരസപ്പെടുത്തി കൊടുത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേച്ചു കൊടുക്കുന്ന രംഗങ്ങളിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ
തന്നെ പറയുന്നുണ്ട്, എന്റെ ഉമനീരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീരും കൂടിക്കലർന്നിട്ടുണ്ട് എന്നാണ്. അത്രയേറെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ശ്രദ്ധ കാണിച്ചു എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ റബ്ബേ, വർഹംനി, പടച്ചോനെ എന്നോട് നീ കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നും വിട പറയാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ മരണ വാർത്തയിൽ ആളുകൾ ദുഃഖിക്കണം, ആളുകൾക്ക് പ്രയാസമുണ്ടാകണം. അഥവാ ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നല്ലോ, ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നല്ലോ. നമ്മുടെ മരണത്തിൽ പ്രിയപ്പെട്ടവരെ ഒരാളും സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മുടെ വീട്ടിൽ ആ മരണം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അവസ്ഥ പോലും മാറുകയാണ്. ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് അതാ കടന്നു വരികയാണ്. അവസാനമായി എൻ്റെ കൂട്ടുകാരനെ ഒന്ന് കാണണമല്ലോ, എനിക്കൊരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിയല്ലേ, അവസാനമായി എൻ്റെ ഉപ്പയെ എനിക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ നമ്മളെ വന്ന് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി അത് ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മയ്യത്ത് നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളിലൂടെ നല്ല മയ്യത്താണെങ്കിൽ അവൻ പറഞ്ഞു പോകും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗത്തിൽ കൊണ്ടുപോകണേ, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണേ എന്ന് നല്ല ഒരു മനുഷ്യൻ പറഞ്ഞു പോകും എന്നുള്ളതാണ്. ഒരു ചീത്തയായ മനുഷ്യനാണോ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാത്ത, അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിയിടുന്ന വ്യക്തിയാണോ, അവൻ പറഞ്ഞു പോകും, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു വിശ്വാസിയാണോ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വ്യക്തികളുടെ മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? അവരുടെ അടുക്കലേക്ക് ആ മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ധാരാ പറയണത് മലായിക്കത്തുകൾ പറയാണ്. പ്രിയപ്പെട്ടവരെ, പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അവിടെ നമുക്ക് ആരും അറിയില്ല, എങ്ങനെയാണ് റൂട്ടെന്ന് നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ നമുക്ക് വഴി കാണിച്ചു തന്നാൽ ആ വ്യക്തിയോട് നമുക്കുള്ള സ്നേഹവും സന്തോഷവും എത്രയായിരിക്കും. ഇവിടെ മലായിക്കത്തുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. അതൊരു നല്ല മനുഷ്യന്റെ അവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ചീത്ത വ്യക്തിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? മരണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിലൂടെ അവൻ റബ്ബിനോട് പറഞ്ഞു പോകുന്നു, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കി തരുമോ അല്ലാ. അവൻക്ക് ബോധ്യമായി. എന്താണ് ബോധ്യമായത്? ഇതെന്റെ മരണമാണ്, ഇനി എനിക്ക് കുടുംബത്തിൽ ജീവിക്കുവാനുള്ള അവസരമില്ല, ഇനി എനിക്ക് നമസ്കരിക്കുവാനുള്ള അവസരമില്ല, ഇനി എനിക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരമില്ല. അതുകൊണ്ട് റബ്ബിനോട് അവൻ കെഞ്ചി പറയുകയാണ്, റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കി തരുമോ അല്ലാ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് കർമ്മങ്ങളുണ്ട് നാഥാ, അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, നല്ലൊരു ആളായി ഞാൻ മാറിക്കൊള്ളാം, ഇബാദത്തുകളിൽ ഞാൻ സജീവമായി കൊള്ളാം. മനുഷ്യന്റെ കൽബറിയുന്ന റബ്ബ് പറയാണ്, പ്രിയപ്പെട്ടവരെ, കല്ലാ, ഒരിക്കലുമില്ല മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്, ഹുവ ഖായിലുഹാ, അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവർ, എത്ര വിശാലമായി വിശദീകരിച്ചത്? നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരാനുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു വിചാരമുണ്ട്, എന്ത്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, എനിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല,
എനിക്ക് ശാരീരികമായി കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ നമ്മൾ കരുതും. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി വേണം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മയ്യത്ത് കൊണ്ടുപോയി എവിടെയാണ് വെക്കുന്നത്? 6 അടി മണ്ണിൽ കബറിലാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഏറെയാണ്, അല്ലേ? നല്ല സുന്ദരമായ മെത്തയിൽ, നല്ല കിടപ്പയിൽ നമ്മളിങ്ങനെ കിടന്ന് സുഖമായ AC ഫാനൊക്കെ ഇട്ട് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന കബറിൽ അതൊന്നുമില്ല, അല്ലേ? കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. പ്രിയപ്പെട്ടവരെ, ആ ഖബർ എന്ന് പറഞ്ഞാൽ അത് ബൈത്തുൽ ഖുർബ, അത് അപരിചിതത്വത്തിന്റെ വീടാണ്, നമുക്ക് പരിചയമില്ലാത്ത വീടാണ്. പക്ഷേ നമ്മളെല്ലാവരും അത് പരിചയപ്പെടും. അത് ബൈത്തു തുറാബ്, അത് മണ്ണിന്റെ വീടാണ്. ആ വീട്ടിൽ പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ല, ഉപ്പയില്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം പങ്കിട്ട് തന്ന ആരും ആ വീട്ടിലില്ല. ആര് മാത്രമുള്ളൂ? നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രമുള്ളൂ. മലായിക്കത്തുകളുടെ ചോദ്യമുണ്ടല്ലോ, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മൻ ദീനുക, നിന്റെ ദീൻ ഏതാണ്? അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം ഏറ്റവും നല്ല ജീവിതമാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പഠിച്ചു പോയാലൊന്നും പ്രിയപ്പെട്ടവർ അത് നമുക്ക് പറയാൻ കിട്ടൂല. യഥാർത്ഥമായ മുസ്ലിമായി മുഅ്മിനായി കൊണ്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് പറയാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സുരക്ഷിതമായി നല്ല സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ബാധ്യതകളെല്ലാം നമ്മൾ നിർവഹിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി എന്നും നമ്മൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓരോരുത്തരുടെയും മേൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബാധ്യതകളെയാണ് നമ്മൾ നിറവേറ്റേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ ഏത് സമയത്തും നിലച്ചു പോകാം. നമ്മൾ ഇന്ന് വസ്ത്രമിട്ട ഈ വസ്ത്രം ഒരു പക്ഷേ നമ്മൾ അഴിക്കുമോ എന്ന് പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, അത്രയേറെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ വീടുകളിൽ ഇടക്കിടക്ക് നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുക. നമ്മുടെ മക്കളെയും ഭാര്യയും കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് അവരെയും നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായ നല്ല ഒരു കുടുംബ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ സ്വാഭാവികമായും നമ്മുടെ വീടകങ്ങൾ ശാന്തിയുടെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ അത് സഹിക്കാൻ കഴിയൂല. അതിനപ്പുറം ഇവിടുത്തെ ബന്ധങ്ങളെക്കാൾ നാളെ പരലോകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ ആരും നമ്മെ സഹായിക്കാനില്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ നമ്മെ സഹായിക്കാൻ കൂട്ടുകാരുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട് എങ്കിൽ നാളെ ഇതേ ഉപ്പയും ഉമ്മയും നാളെ പരലോകത്ത് കടന്നു വരുമ്പോ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ എന്റെ മക്കളെ തരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? എന്റെ ഭാര്യയെ തരാം, എന്റെ കൂടപ്പിറപ്പുകളെ തരാം. ദുനിയാവിലുള്ള ഭൂമിയിലുള്ള മുഴുവൻ ഞാൻ തരാം, എന്നെ രക്ഷപ്പെടുത്തുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ എല്ലാ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം, നമ്മുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി
ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ദുആ വസിയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.